എൻ്റെ സുഹൃത്ത് നാസറണ്ണൻ്റെ മകൾ ഫർസന നാസറിൻ്റെയും അൽറാസിൻ്റെയും വിവാഹമാണെന്ന്. നാസറണ്ണൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ബിസിനസ്സാണ്. അണ്ണൻ്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് ഞങ്ങളെത്തിയത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, റിനു ഉണ്ടായിരുന്നു, സലീമണ്ണൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റഹീമണ്ണൻ ഉണ്ടായിരുന്നു, സജി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് ഈ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. വാളകത്ത് അവിടെയാണ് ഈ ഓഡിറ്റോറിയം. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അല്പം താമസിച്ചു. അപ്പം ആൾക്കാരെല്ലാം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നല്ല ആളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്നതിന് ശേഷം അവിടെ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. വളരെ നല്ലൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ. കാരണം നല്ലൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റാണ് തോന്നി പ്രോഗ്രാം നടത്തുന്നത്. കാരണം സ്റ്റേജുകളൊക്കെ വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്, പൂക്കൾ കൊണ്ടും. നാസറണ്ണൻ ഇപ്പോൾ തിരക്കിലാണ്, വരുന്ന അതിഥികളെല്ലാം സ്വീകരിക്കുന്ന തിരക്കിലാണ് നാസറണ്ണൻ. ഞങ്ങൾ അല്പസമയം അവിടെ ഇരുന്നതിന് ശേഷം വധുവരന്മാരോടൊപ്പം ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയാണ് അടുത്തിരിക്കുന്നത്. ഇപ്പം സ്റ്റേജിൽ അത്യാവശ്യം തിരക്കാണ്. കാരണം അവരുടെ ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാൻഡ്മാർക്ക് കൺവെൻഷൻ സെൻ്ററിലാണ് ഈ കല്യാണം നടക്കുന്നത്. റിനുവും ദുബായിലാണ് ബിസിനസ്. ലാൻഡ്മാർക്ക് ആണ് നമ്മുടെ ഈ കല്യാണം നടക്കുന്നത്. ഇത് വാളത്തുനിന്ന് MLA ജംഗ്ഷൻ കഴിഞ്ഞ് മേളിലോട്ട് പോകുമ്പോഴാണ് ഈ ഓഡിറ്റോറിയം. അവിടെ ഇപ്പോൾ ഒരു സുഫി ഡാൻസ് ആണ് തോന്നുന്നു. ഡാൻസ് വളരെ മനോഹരമായിരുന്നു. ഡാൻസും പാട്ടും എല്ലാ പ്രോഗ്രാമുകളും ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ മുഴുവൻ ഷൂട്ട് ചെയ്തില്ല. അതിനുശേഷം സ്റ്റേജിൽ കയറി വധുവരന്മാരോടൊപ്പം ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കാരണം ഫുഡൊക്കെ നേരത്തെ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ ഏറ്റവും ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. വളരെ മനോഹരമായ ഫുഡായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു. കുറേ നാളുകളായി ഇത്രയും ടേസ്റ്റുള്ളൊരു ബിരിയാണി കഴിച്ചിട്ട്. കാരണം എല്ലാ ഫുഡുണ്ട്. ചിക്കൻ ഫ്രൈ എന്നുണ്ട്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്. ഞങ്ങളെല്ലാവരും കൂടി ഫുഡെല്ലാം കഴിച്ചു. സൂപ്പർ ഫുഡ്. അതുപോലെ തന്നെ അവരുടെ സർവീസ് ഗംഭീരമായിരുന്നു കേട്ടോ. കാരണം വളരെ നല്ല രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. നല്ല മനസ്സ് നിറഞ്ഞ് ആഹാരം കഴിച്ചു. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അല്പസമയം റെസ്റ്റ് എടുത്തു. അവിടെ വെച്ച് നമ്മുടെ സുഹൃത്തുക്കളായ ഷാജിയണ്ണനെ കണ്ടു. പത്തടി ഷാജിയണ്ണനായിട്ടൊക്കെ നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഈ ഒരു കല്യാണത്തിന് വന്നപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കളെ കാണാൻ പറ്റി. ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം അല്പസമയം കൂടി ഓഡിറ്റോറിയത്തിൽ ചെലവഴിച്ചു. ഇടയ്ക്ക് നല്ല മഴയുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നതുകൊണ്ട് മഴയൊന്നും നമുക്ക് അറിയാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ അല്പസമയം കൂടെ അവിടെ ചെലവഴിച്ചു. നാസറക്കയോട് യാത്രയൊക്കെ പറഞ്ഞു. വളരെ മനോഹരമായൊരു കല്യാണത്തിനാണ് പങ്കെടുക്കാൻ കഴിഞ്ഞത്. നേരെ ഞങ്ങൾ വണ്ടി താഴത്തെ പാർക്കിങ്ങിലാണ് ഇട്ടത്. കാരണം നമുക്ക് ആദ്യമേ ഇവിടെയാണ് പാർക്കിംഗ് കിട്ടിയത്. അപ്പോൾ ഓക്കെ. ഇപ്പോൾ മഴയൊക്കെ ഒരു തോന്നുന്നു. ഇനി നേരെ വീട്ടിലേക്ക്.